ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിംഗ് എന്നും പറയാം കേട്ടോ. പക്ഷേ നമ്മളിതിലേക്ക് ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പറ്റിയിട്ടുള്ള വല്ല ഡെസേർട്ടിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം മാനിച്ചാണ് ഞാനൊരു റെസിപ്പി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് കണ്ടു നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടല്ലേ ഇതിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ആ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 4-5 ക്യാരറ്റ് എടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം വലുതൊന്നുമല്ല, അത്യാവശ്യം ചെറിയൊരു ക്യാരറ്റായിട്ട്. അപ്പോൾ 5 എടുത്തിട്ടുണ്ട്. 5 ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഏലക്ക ഒരു 2-3 ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. നല്ല ഡ്രൈ ആവുമെന്ന് വേണ്ട, ഇതുപോലെ ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിനി വേണ്ടത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ബോൺസ് എന്ന ക്രീം ബിസ്ക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ക്രീം ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ക്രീം ബിസ്ക്കറ്റാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു പാർട്ടേ ഞാൻ എടുത്തുള്ളൂ. അത് 2 പാക്ക് ഉണ്ടാവുമല്ലോ, അതിലൊരു പാർട്ട് എടുത്തിട്ടുള്ളൂ. അതിലൊരു 5-6 ആണ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ പൊടിച്ചെടുക്കുക ചെറിയ പീസായിട്ട്. പിന്നെ അതിലേക്കൊരു 1/2 കപ്പ് ബ്രെഡ്, പൊടിച്ച ബ്രെഡാണ് ചേർത്ത് കൊടുത്തത്. നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്യാരറ്റ് എത്ര വേണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ വഴന്ന് വരുമ്പോൾ കുറച്ചായിട്ടേ വരുള്ളൂ. അപ്പോൾ ക്യാരറ്റ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ല കമ്പൈനായി വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ടൊരു പുഡിംഗ് ട്രേ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം ഇത് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടീസ്പൂണ് ഫുള്ളായിട്ടാണ് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ 5 ടീസ്പൂൺ അളവിലാണെങ്കിൽ 5 ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ നിങ്ങൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ എടുത്താലും മതി കേട്ടോ. ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ കോൺഫ്ലവറും എടുക്കുക, കുറച്ച് വാനില എസൻസ് കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ പോലെ 5 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 ലിറ്റർ പാലൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കസ്റ്റാർഡ് പൗഡർ ആയാലും കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള പാലായാലും ഒക്കെ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി തിക്കാക്കി എടുക്കണം. നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല തിളച്ചിങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ ഈ സമയം ഓഫ് ചെയ്തതിന് ശേഷം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാരറ്റിൻ്റെ മിക്സില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു യെല്ലോയിൽ ഒരു ഓറഞ്ച് കളറിങ് വരുമ്പോൾ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് അതിൻ്റെ മേലെ ഇത് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ ഇത് തണുത്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ മേലെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. കറക്റ്റ് നമ്മൾ ചൈനാഗ്രാസും ചേർക്കാത്ത പുഡിംഗ് ആയതുകൊണ്ട് അതേ ഒരു കറക്റ്റ് ഒരു സ്റ്റിഫായിട്ട് കിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ ആ രൂപത്തിലാണ് നമുക്ക് ഈ ഡെസേർട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് സർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ വരുന്ന ഈദിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വരുന്നില്ല, അതും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. വീണ്ടും വീഡിയോസ് വരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.